ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവാണ്. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരാം. ലേസിയാനെ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഷാർജയിലെ അൽവാഹദ സ്ട്രീറ്റിലുള്ള ഗിഫ്റ്റ് മാർട്ടിലോട്ടാണ്. അതെ, കാർസ് മേടിക്കണം. ഷാസിന് എന്ത് മേടിക്കണം? മോൺസ്റ്റർ ട്രക്കാണ്. എന്താ മേടിക്കണ്ടേ? മോൺസ്റ്റർ ട്രക്ക് മേടിക്കണം. പിന്നെ എന്ത് മേടിക്കണം? ചോക്ലേറ്റ്സ് മേടിക്കണം. മെൻഡോസ് മേടിക്കണം. ജ്യൂസ് വാങ്ങണം. ചോക്ലേറ്റ് വാങ്ങണം. ടോയ്സ് മേടിക്കണ്ടേ? ഈ ഒരു ഗിഫ്റ്റ് മാർട്ട് വരുന്നത് ഷാർജ സിറ്റി സെൻറ്റർ തൊട്ടടുത്ത് മാക്സും ഉണ്ട്. ഞങ്ങൾ ഏതൊരു സമയത്തും കുറേ 1 to 10 ദുബായിലുണ്ട്, അജ്മാനിൽ, ദുബായിൽ, ഷാർജയിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓൾമോസ്റ്റ് എപ്പോഴും വിസിറ്റ് ചെയ്യാറുള്ളത് ഈ ഒരു 1 to 10 ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാ ഒരു ഐറ്റംസും ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ പാർക്കിങ്ങിനെ കുറിച്ചാണ്. വിശാലമായ പാർക്കിംഗ് തന്നെ ഇവിടെ ഉണ്ട്. ഇനി എൻട്രൻസിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ലോകം തന്നെയാണ്. നമുക്ക് ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഒരു സെക്ഷനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പം നമുക്കൊരു ക്ലീനിങ് റിലേറ്റഡ് സംഭവമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊരു വൈഡ് കളക്ഷൻസ് ഉള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അതുപോലെ നമുക്കൊരു ഡിറ്റർജൻറ്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഹുക്സ്, അതുപോലെ ഹാങ്ങേഴ്സ്, ഇനി എടുത്ത് പറയേണ്ട എല്ലാ ഐറ്റംസിനും നമുക്ക് ഇവിടെ വളരെ ചീപ്പ് റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹുക്സ് ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വെറും 2 ദിർഹംസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നൊക്കെ മേടിക്കാൻ ഒരു 10 ദിർഹംസിൻ്റെ സംഭവം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 2 ദിർഹംസിനാണ്. ഇനി ഈ ഒരു ഹുക്സും കാര്യങ്ങളും മാത്രമല്ല വരുന്നത്. അതുപോലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് 3 ദിർഹംസ് മുതൽ ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. കൂടാണ്ട് മറ്റുള്ള ഐറ്റംസുകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, ഇതെല്ലാ ഐറ്റംസും സെക്കൻഡ് ഫ്ലോറിലും ലഭ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്നാണെങ്കിലും പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ തരികിട സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിൽ പോകുമ്പോൾ പിള്ളേരെ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഫൈനലി ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് എത്തി. ഡ്രസ്സിലും കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ബാക്കി പിന്നെ തൊട്ടടുത്തുള്ള സിറ്റി സെൻറ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു.